ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫിസിക്സ് ക്ലാസ്. നമ്മൾ ലാബ് അസിസ്റ്റൻറ്റ് ഫിസിക്സിൻ്റെ അടുത്തൊരു പോർഷനാണ്, അടുത്തൊരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്റർ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന പോർഷനാണ് കേട്ടോ. ഇലക്ട്രോസ്റ്റാറ്റിക്കും ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡും സെയിം തന്നെയാണ്. അതിൽ ക്വാണ്ടിസേഷൻ ഓഫ് ചാർജാണ് ആദ്യം പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക്. അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജസിൻ്റെ ബേസിക് പ്രോപ്പർട്ടിയാണ്. ബേസിക്കായിട്ടുള്ള മൂന്ന് പ്രോപ്പർട്ടീസാണ് ഇലക്ട്രിക് ചാർജസിനുള്ളത്. അതിൽ ഒന്നാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, പിന്നെ ചാർജ് ഈസ് കൺസേർവ്ഡ്, അഡിറ്റിവിറ്റി ഓഫ് ചാർജ്. നമുക്കിത് മൂന്നും പഠിക്കണം. പക്ഷേ സിലബസിൽ മെയിനായിട്ട് സ്ട്രെസ്സ് ചെയ്തിട്ടുള്ളത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് മാത്രമാണ്. ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഓർ ബോഡി, അതിൻ്റെ സർഫസിലുള്ള ടോട്ടൽ ചാർജ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ സർഫസിന്മേലുള്ള ഓരോ ഇൻഡിവിജ്വൽ ചാർജിൻ്റെയും ആൾജിബ്രൈക് സമ്മാണ് ആ ഒരു സർഫസിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. അതാണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജ്. അഡിറ്റിവിറ്റി എന്ന് പറയുമ്പോഴേ അഡീഷനാണ് കേട്ടോ, ആൾജിബ്രൈക് സമ്മാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സർഫസിൻ്റെ പ്രസൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ചാർജസിൻ്റെ ആൾജിബ്രൈക് സമ്മാണ് ആ സർഫസിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. Q1, Q2, Q3 എന്ന് ഒരുപാട് ചാർജസ് ഉണ്ട് അല്ലേ, ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ചാർജസ് കാണും. ഈ ഒരു ചാർജസിനെ എല്ലാം ആൾജിബ്രൈക് സം, അതായത് പ്ലസ് ചെയ്യുക, അഡീഷൻ ചെയ്യുകയാണ് Q എന്ന ചാർജ്, ടോട്ടൽ ചാർജ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ചാർജ് ഈസ് കൺസേർവ്ഡ്. ചാർജ് ഈസ് കൺസേർവ്ഡ് എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് സിസ്റ്റം, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ടോട്ടൽ ചാർജും റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ ഇലക്ട്രിക് ചാർജിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. അഥവാ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ഒരു സിസ്റ്റത്തിൽ നിന്നും കുറച്ച് ചാർജസ് നഷ്ടമാവുകയാണെങ്കിൽ മറ്റെവിടെ നിന്നും തുല്യമായിട്ടുള്ള ചാർജ് ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരും. അതാണ് ചാർജ് ഈസ് കൺസേർവ്ഡ്. NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫോട്ടോയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിൽ നല്ല പോർഷൻസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ അതിനു വേണ്ടി ഇല്ല, നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളേ ഉള്ളൂ. അത് നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അടുത്തതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് അല്ലേ, സിലബസിലുള്ള പോർഷനാണ്. എന്താണ്? ഒരു ബോഡിയുടെ ചാർജ് നമുക്ക് മനസ്സിലാക്കാൻ ആ ബോഡിയുടെ ബേസിക് ചാർജ് അഥവാ ഇലക്ട്രോണിക് ചാർജിൻ്റെ ഇൻറ്റിഗ്രൽ മൾട്ടിപ്പിളാണ് ഒരു ബോഡിയുടെ ചാർജ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ചാർജ് ഓൺ എ ബോഡി എന്ന് പറഞ്ഞാൽ Q = ± NE എന്ന ഇക്വേഷനാണ്. ഇതിൽ N എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഇൻറ്റിഗ്രൽ വാല്യൂ ആണ്. N ഇൻറ്റിഗ്രൽ വാല്യൂ ഏതുമാകാം. E എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ചാർജാണ്. അതിൻ്റെ വാല്യൂ, ഇലക്ട്രോണിക് ചാർജിൻ്റെ വാല്യൂ ഏതാണ്? 1.602 × 10⁻90 കൂളാം. അതിൻ്റെ കൂടെ ഇൻറ്റിഗ്രൽ വാല്യൂ N മൾട്ടിപ്ലിക്കേഷൻ, അതാണ് ഇൻറ്റിഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അതിൻ്റാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ടത്, ഒന്ന് വായിച്ച് നോക്കുക. കാര്യം വളരെ സിമ്പിളാണ്, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനുണ്ട്. NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രത്യേകതയാണ്. എല്ലാവരും ഒന്നും വായിച്ച് നോക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൂളംസ് ലോ ആണ്, സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്